സമയമാകുമ്പോ ഞാൻ എത്തിക്കോളാം, നീ അങ്ങോട്ട് ചെല്ല. ഇല്ലെങ്കിൽ ഇപ്പൊ അവരാരെങ്കിലും ഇങ്ങോട്ട് തിരക്കി വരും. ഇവിടുത്തെ എവിടെ പോയി കിടക്ക ഈ സമയത്ത്? ചെല്ല. അത് ശരി, വെള്ളം കുടിക്കാനൊന്നും പറഞ്ഞ് നീ അവിടുന്ന് പോന്നിട്ട് ഇവിടെ വന്ന് കിന്നാരം പറഞ്ഞു നിൽക്കുകയാണോ? ഡി, നിന്റെ സ്വന്തം കൊച്ചിന് വേണ്ടിയുള്ള ഹോമം അവിടെ നടക്കുന്നത്. ഞങ്ങളെക്കാൾ കൂടുതൽ ഭഗവാനെ വിളിക്കേണ്ടത് നീ തന്നെയാ. നീയാ ഇവളുടെ അടുത്ത് വന്ന് കിന്നാരം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. സത്യമേ, അത് പിന്നെ മിണ്ടരുത് നീ. നീയോ നശിച്ചു. ഇവളുടെ ജീവിതം കൂടെ നശിപ്പിക്കാൻ എന്തിനാ ഇങ്ങനെ വന്ന് ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നത്? ആട്ടിപ്പായിച്ചാലും പോയില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യ? മനുഷ്യന്റെ സ്വസ്ഥത കെടുത്താനായിട്ട് ഇറങ്ങിക്കോളും രാവിലെ തന്നെ. വാടി ഇങ്ങോട്ട്. വരല്ലേ പറഞ്ഞത്? വാ. പറയൂ മാഡം. ഞാനിപ്പോ ഒരു കോള് വിളിക്കും. ട്രാക്കർ ഓൺ ആയിരിക്കണം. ഓക്കെ മാഡം, ഓക്കെ. അത് ശരി. അപ്പോ ബുദ്ധിപരമായിട്ടുള്ള അവളുടെ അടുത്ത നീക്കം നടത്തുകയാണ്. എടി ശാലിനി, നിന്റെ കളക്ടർ ബുദ്ധി നിന്റെ കയ്യിലിരിക്കട്ടെ. ഇതാള് വേറെയാ. കുറുക്കന് കുരുട്ടുബുദ്ധി പറഞ്ഞു കൊടുക്കണ്ടെന്ന് പഴമക്കാര് പറയും. പക്ഷേ ആ കുറുക്കന് നൈറ്റ് ക്ലാസ് എടുത്തവളാ ഈ സുസ്മിത. നീ ആളെ വിട്ടുപിടി മോളെ. മാഡം പറയൂ. വിളിക്കുന്ന ആൾ ട്രാക്കർ ഓണാക്കിയ കാര്യം അറിഞ്ഞിട്ടുണ്ട്. അതാണ് ഫോൺ എടുക്കാത്തത്. കുറച്ചു കഴിഞ്ഞ് ഒന്നുകൂടി വിളിച്ചു നോക്കാം. ആള് പയറ്റി തെളിഞ്ഞ ക്രിമിനലാണെങ്കിൽ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഫോൺ എടുക്കാനുള്ള സാധ്യത കുറവാണ് മാഡം. ശരി, നമുക്ക് നോക്കാം. ടവൽ ലൊക്കേഷൻ കാണിക്കുന്നത് ഇവിടെ തന്നെയല്ലേ? ഇപ്പൊ പറയാം മാഡം. യെസ് മാഡം, അത് ആള് ആ ഭാഗത്ത് എവിടെയോ ഉണ്ട്. ആരായിരിക്കും അത്? എന്റെ കൺമുന്നിൽ പെടാതെ എവിടെയാണ് ഇവളെ ഒളിച്ചിരിക്കുന്നത്?